ഇയർബഡ്സുകൾ മേടിക്കാൻ നോക്കിയിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മിന്ത്രയിൽ കുറച്ച് ഇയർബഡ്സുകൾക്ക് അത്യാവശ്യം നല്ല ലാഭത്തിന് മേടിക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതിനേക്കാളും കാശ് കുറച്ച് കിട്ടും. പിന്നെ മിന്ത്രയിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിട്ടേൺ പോളിസി ഇല്ല. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ചതാണ്, ഒന്നെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ചിലപ്പോൾ കളറായിരിക്കും വ്യത്യാസം നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ സെയിം പ്രോഡക്റ്റ് തന്നെ വേറൊരെണ്ണം കിട്ടും. ഇനി അതല്ല വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് സെന്റർ റീപ്ലേസ്മെന്റ് ഉണ്ട്. അവിടെ നമുക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റ് ആ സെയിം സാധനം കിട്ടുമെന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിന്ത്രയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ T300 വേണമെങ്കിൽ മാത്രം അവിടെ നിന്ന് മേടിക്കാന്നുള്ളൂ. അല്ലാണ്ട് മേടിച്ചിട്ട് അയ്യോ പ്രോഡക്റ്റ് കൊള്ളത്തില്ല, വേറെയും കംഫർട്ട് ഇല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, പുതിയ പ്രോഡക്റ്റ് ഞാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പക്ഷേ ലാഭത്തിന് മേടിക്കാം, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വന്നത്. എന്തായാലും ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ എയർഡ്രോപ്സ് ആറ്റം 83 നമുക്ക് 799 രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങിക്കാം. ഞാൻ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ഞാൻ നോവയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആറ്റം 83. സോ നിങ്ങൾ ഒരു ബേസ് ലെവർ ആണെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 5 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 60 മിനിറ്റ് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് ഇവിടെ ഉള്ളത്. കൂടാതെ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ട് വരുന്നത്. 50ms ബീസ് മോഡ് ഉണ്ട്, IWP ടെക്നോളജി ഉണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.3 ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ബോട്ട് എയർഡ്രോപ്സ് 163. ആക്ച്വലി ആറ്റം 83 നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഇല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഓഫർ വീഡിയോ കണ്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ 163 അല്ലെങ്കിൽ 161 കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് 899 രൂപ കിട്ടുന്ന സാധനം ഇവിടെ വരുമ്പോഴത്തേക്ക് അത് 849 ആവുന്നു. അതായത് ഒരു 50 രൂപ കൂടി കുറഞ്ഞിട്ട് നമുക്ക് 163 മിന്ത്രയിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്നതാണ്. 40 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ സിംഗിൾ പ്ലേ ടൈം എന്നത് 8 മണിക്കൂറാണ്. SAP ചാർജിംഗ് ടെക്നോളജികളുണ്ട്. 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 180 മിനിറ്റ് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. IPX5 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ എയർഡ്രോപ്സ് 115. സത്യം പറഞ്ഞാൽ ഈ എയർഡ്രോപ്സ് 115 നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ അത്യാവശ്യം നല്ല വില കൂടിയിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടിരുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു എയർഡ്രോപ്സ് 115. ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ അൺബോക്സിംഗ് ഓവർവൊക്കെ ചെയ്തിട്ടുണ്ട്. 899 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. സോ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ബീസ് മോഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, എത്രയാണെന്ന് അറിയത്തില്ല. എന്തായാലും ബോട്ട് പൊതുവെ ആ ഒരു ഈ 115 ഒക്കെ ഇറങ്ങിയ കാലത്ത് 80ms ആയിരുന്നു. മേ ബി അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടാൻ ചാൻസ് ഉള്ളത്. 24 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ SAP ചാർജിംഗ് ടെക്നോളജികളുണ്ട്. 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 180 മിനിറ്റ് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ 141 899 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാം. 1299 നോർമൽ റേറ്റ് കേട്ടോ ഈ ഒരു 141 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ള കേസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ കിട്ടുന്നത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, അതാണ് ഇതിൽ എടുത്തു വരേണ്ട ആദ്യത്തെ സവിശേഷത. പിന്നെ അപ് ടു 42 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. സിംഗിൾ പ്ലേ ടൈം നമുക്ക് 7 hours കിട്ടുന്നതാണ്. കൂടാതെ 5 മിനിറ്റ്സ് ചാർജ് കഴിഞ്ഞാൽ 75 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും കേട്ടോ. പിന്നെ 80ms ലോ ലേറ്റൻസി മോഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. IWP ടെക്നോളജി ഉണ്ട്. അതുപോലെ തന്നെ ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ആണ്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത പറയുകയാണെങ്കിൽ നമ്മുടെ നിർവാണ അയോൺ ബേസ് ലവേഴ്സിന് ഉറപ്പായിട്ടും നല്ല വർത്ത് ബൈങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ ഒരു നിർവാണ അയോൺ എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. നമ്മുടെ 161 അല്ലെങ്കിൽ 163 50 രൂപയാണ് കുറഞ്ഞെങ്കിൽ ഇവിടെ നമ്മുടെ നിർവാണ അയോണിലേക്ക് വരുമ്പോഴത്തേക്ക് 1590 രൂപയ്ക്ക് ലഭ്യമാകും. അതായത് 1700 നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന സാധനം ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് 1600 ആയി. 100 രൂപ ഡിഫറൻസ് എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉറപ്പായിട്ടും എന്താ പറയുക, ഒരു ബേസ് ബൂസ്റ്റഡ് ഔട്ട്പുട്ടാണ് ഇവരുടെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് ചിപ്സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. 120 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 24 hours ആണ് സിംഗിൾ പ്ലേ ടൈം എന്നുള്ളത്. ഓൾറെഡി പറഞ്ഞു ആ ഒരു ഡ്യുവൽ EQ മോഡ് ഉണ്ട്. ബാലൻസ്ഡ് ഔട്ട്പുട്ടും അതുപോലെ തന്നെ സിഗ്നേച്ചർ ഔട്ട്പുട്ടും. സിഗ്നേച്ചർ ഔട്ട്പുട്ടാണ് നല്ല ആ ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളത്. എന്നാൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ആ ഒരു ബേസ് ഇല്ല എന്നുള്ളതല്ല, ബേസ് ഉണ്ട് അവിടെയും കേട്ടോ. നമുക്ക് കൂടുതൽ എന്താ പറയുക ഭയങ്കര രീതിക്ക് നമ്മൾ ഡിസപ്പോയിന്റ് ആവത്തില്ല ആ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ടിൽ പോലും. ENX ടെക്നോളജി വിത്ത് കോട്ട് മൈക്കാണ് ഇവിടെ ഉള്ളത്. കൂടാതെ 60ms ലോ ലേറ്റൻസി മോഡ് ഉണ്ട്. ഇനിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അത് നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇയർബഡ് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ആവും, ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് പ്ലേ ആവുന്നതാണ്. കൂടാതെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെയാണ് നമ്മൾ ഇവിടെ ഒരു ബോട്ട് നിർവാണ അയോണിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ റിയൽമി ബഡ്സ് T300. ആക്ച്വലി ഇവിടെ നമുക്ക് 1999 രൂപയ്ക്കാണ് കാണുന്നത് റേറ്റ്. എന്നാൽ നമുക്കൊരു റിയൽമിയുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, അത് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ 1690 വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും 1700 രൂപയ്ക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു T300 എന്നുള്ളതിൽ വേറൊരു സംശയമല്ല.
12.4mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്, 30 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, IP55 ആണ്, 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 360° സ്പേഷ്യൽ ഓഡിയോ ഒക്കെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത. ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ട് എടുത്ത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല. നമ്മുടെ ചാനലിൽ എൻ്റെ അൺബോക്സിംഗ് ഉണ്ട്, ഒരു യൂസർ റിവ്യൂ സഹിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റിയൽമി ബഡ്സ് എയർ 5 2999 ഉറപ്പായിട്ട് ഒരു കോളിംഗ് പർപ്പസും അതുപോലെ തന്നെ മ്യൂസിക് ഓവറോൾ ഒരു പെർഫോമൻസ് ഉള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു റിയൽമി ബഡ്സ് എയർ 5ഉം. എന്തായാലും 2549 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു റിയൽമി എയർ 5ഉം ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് മേടിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ഓഫർ റേറ്റ്, നോർമൽ ഓഫർ റേറ്റ് എന്ന് വെച്ചാൽ 2999 രൂപയാണ്. 12.4mm മെഗാ ടൈറ്റനൈസ് ഡ്രൈവേഴ്സ്, 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, 38 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, IPX5 ഒരു വാട്ടർ ആൻഡ് സെൽ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുമാണ്, അത് T300 സപ്പോർട്ടാണ്, ഇവിടെയൊക്കെ ആ ഒരു സംഭവം സപ്പോർട്ടാണ് കേട്ടോ. ഉറപ്പായിട്ടും നമുക്കിത് കണ്ണുമൂടി വാങ്ങിക്കാം, കാരണം 2999 രൂപയ്ക്ക് വർത്ത് ബൈങ് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ 2549 എന്നുള്ളൊരു ഡീല്. പിന്നെ എയർ 6 ഇറങ്ങിയിട്ടുണ്ട്, ഉറപ്പായിട്ടും 2990 3000 ഒരു 300 രൂപ കൂടി ഇടാമെങ്കിൽ എയർ 6 കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. അതും ആദ്യം തന്നെ എടുത്ത് പറയാം. എന്തായാലും ഇതിൻ്റെയൊക്കെ തന്നെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി കേസ് കവറൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ എന്നാൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിന് കാശ് കുറച്ചിട്ട്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കേസ് കവർ വേണം എന്നുണ്ടെങ്കിലും അതല്ല വാച്ച് ട്രാപ്പുകളാണെങ്കിലും ഫസ്റ്റ് കോപ്പി വാച്ചസിന് ഇയർബഡ്സിനൊക്കെ തന്നെ കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റിയൽമി ബഡ്സ് എയർ 5 Pro 4999 നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ 4499 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ആ ഒരു കൂപ്പൺ കോഡ് യൂസ് കഴിഞ്ഞാൽ 3824 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇവിടെ ഉള്ളത്. കൂടാതെ 360° സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു തിയേറ്റർ ലൈക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. കൂടാതെ റിയൽ ബൂസ്റ്റ് ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 11mm ഡ്രൈവറും അതുപോലെ തന്നെ 6mm ട്യൂറ്ററും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതായത് ഡ്യുവൽ ഡ്രൈവർ, 2 ഡ്രൈവർ ഉണ്ടെന്നുള്ളതാണ്. ഹൈറസ് ഓഡിയോ സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ LDAC കോഡൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കൂടാതെ 6 മൈക്ക് കോൾ നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 7 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്. സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 7.5 hours ആണ് ANC ഓൺ ആക്കുവാണെങ്കിൽ. എന്നാൽ ANC ഓഫ് ചെയ്യുകയാണെങ്കിൽ 11 hours നമുക്ക് ടോട്ടൽ പ്ലേ ടൈം, ആ ഒരു സിംഗിൾ പ്ലേ ടൈം കിട്ടുന്നതാണ്. ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 40 ms സൂപ്പർ ലോ ലേറ്റൻസി മോഡ്, IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മിന്ത്ര ബിഗ് എൻഡ് ഓഫ് റീസൺ സെയിലിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇയർബഡ്സുകൾ. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു റിയൽമിയുടെ ഒക്കെ പ്രോഡക്റ്റുകൾ നല്ല ലാഭത്തോട് കിട്ടുന്നത്. കൂടാതെ ആ ഒരു നിർവാണ അയോൺ ആണെങ്കിൽ പോലും ഫ്ലിപ്കാർട്ടിനേക്കാളും 100 രൂപ കുറച്ചിട്ട് കിട്ടും. പിന്നെ വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ, ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇത് മേടിക്കുക. കാരണം ഇതിനകത്ത് റിട്ടേൺ പോളിസി ഇല്ല. അതായത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അത് ഒന്നെങ്കിൽ അവർ തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്ററിൽ പോയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ അതൊക്കെ ആലോചിച്ച് കണ്ട് മാത്രം സാധനം അങ്ങോട്ട് വാങ്ങിക്കുക. അല്ലാണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം അയ്യോ എനിക്ക് വേറെ കംഫർട്ട് ഒരു ഇഷ്യൂ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എനിക്കിത് വേണ്ട എന്നുള്ള സംഭവം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കണേ. കൂടാതെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.